الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبي الله حسبي الله حسبي الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ألا أخبركم بمن يحرم على النار كل قريب هين سهل. الحديث قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وصحابه وأتباعه أجمعين. يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني
سيدي مددي سندي ويا عددي مؤيدي مددي عمدي العاشدي سيدي سددي ألودي بلا عدد كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لخمسة نطفي بها ثرا وضاء الحاكما المصطفى والمرتضى وابناهما والفاطمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله روح നീങ്ങി വീടുവിങ്ങി കൂട്ടിൽ നിന്നും യാത്രയായി വീതി തിങ്ങും പള്ളിക്കാട്ടിൽ നിന്റെ ദേഹം മൂടലായി നീ നടന്ന വീഥികളിൽ പുഞ്ചിരിച്ച കൂട്ടുകാർ നെഞ്ചിലേറ്റിയ സ്നേഹിത മണ്ണെറിഞ്ഞു മാറലായി ആയിടും നരകത്തിലോ ആകുമോ സ്വർഗത്തിലോ ആർത്തി പൂണ്ട ലോകമിൽ ആരു കേൾക്കാൻ ഈ മൊഴി നീങ്ങി നാട് വീങ്ങി കൂട്ടിൽ നിന്നും യാത്രയായി നീ വീതി നിന്നും പള്ളിക്കാട്ടിൽ നിന്റെ ദേഹം മൂടലായി പൊന്നും പണവും മാത്രമായി പെണ്ണിന്റെ കണക്കേറെയായി മണ്ണ് തിന്നും ദേഹമിൽ ഗതിയതാരിന്നോർക്കുവാൻ കൂരിരുട്ടാ കബറിടം കൂട്ടിനില്ലാരും ദിനം കൂട്ടുകെട്ടി തീർത്തൊരേ നല്ല ജീവിതം പോയിതാ റൂഹ് നീങ്ങി വീട് വിങ്ങി കൂട്ടിൽ നിന്നും യാത്രയായി വീതി തിന്നും പള്ളിക്കാട്ടിൽ നിന്റെ ദേഹം മൂടലായി നീ നടന്ന വീഥികളിൽ പുഞ്ചിരിച്ച കൂട്ടുകാർ നെഞ്ചിലേറ്റിയ സ്നേഹിത മണ്ണെറിഞ്ഞു മാറലായി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും സ്നേഹബഹുമാനങ്ങളും
ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ അസയ്യിദ് പനമ്പുഴയ്ക്കൽ ഹൈദ്രോസ് തങ്ങൾ അവറുകളെ, സാദാതീങ്ങളെ, ഹാഫിദീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, റഹ്മാ റിലീഫ് സെല്ലിന്റെ സംഘാടക സമിതിയിലെ സ്നേഹസമ്പന്നരായ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സ്വർഗീയ ആരാമത്തിന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ പടച്ചതമ്പുരാൻ റഹ്മാ റിലീഫ് സെല്ലിന്റെ 2ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, കഴിഞ്ഞ പ്രാവശ്യം പ്രവർത്തനം ആരംഭിച്ച 2ാമത്തെ വഅദ് പരമ്പരയാണ് റഹ്മാ റിലീഫ് സെൽ നടത്തുന്നത്. അല്ലാഹു ഈ വിശുദ്ധമായ മജ്ലിസിൽ തീർത്തും ഉഖ്റവിയായ ചിന്തകളെ ഉണർത്തുന്ന നസീഹത്തുകളാണ് നടന്നിട്ടുള്ളത്. ആദ്യത്തെ 2 ദിവസം ഖബർ ജീവിതത്തെക്കുറിച്ചും, ഇന്നലെയും ഇന്നുമായി ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരുന്ന ആഖിറ ലോകമെന്ന് പറയുന്ന, നരകമുൾപ്പെടുന്ന, സ്വർഗമുൾപ്പെടുന്ന, സിറാത്ത് ഉൾപ്പെടുന്ന, മീസാൻ ഉൾപ്പെടുന്ന ഭീതിജനകമായ അന്തരീക്ഷങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളെ കുറിച്ചാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ആഖിറ ലോകത്തിനു വേണ്ടി ജീവിക്കാനും സ്വർഗീയ ആരാമം കണികളുറക്കെ കണ്ട് മരണപ്പെടുന്നതിനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നാം ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നലെ നിർത്തിയ ഭാഗത്തു നിന്നും ജീവിതം സാക്ഷി പറയുന്നു എന്ന മനോഹരമായ വിഷയത്തിന്റെ 2ാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നലെ നാം ഏതു ഭാഗത്താണ് നിർത്തിയിരുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്തെ ജീവിതം കഴിഞ്ഞ് ഖബറിലൂടെ, ഖബറിന്റെ അകത്തിരുന്നും അവസാനം പരലോകത്തിലൂടെ മനുഷ്യരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിചാരണ ചെയ്യപ്പെടുന്ന രംഗത്തിലേക്ക് നാം എത്താൻ പോവുകയാണ്. ഭൗതിക ലോകത്ത് ജീവിച്ചുപോയ മഹാന്മാര് മുഴുവനും, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്ത വെളിച്ചമുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു പോയ സൽക്കർമ്മകാരികളായ സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും മുഴുവനും അല്ലാഹുവിന്റെ ആഖിറ ലോകത്തെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുകയും സങ്കടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഒരു ദിവസം മുഴുവനും, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഒരു ദിവസം മുഴുവനും പൊട്ടിക്കരഞ്ഞു പോലെ സഹാബത്തിന്റെ ചരിത്രം പോലും നാം ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയെ കുറിച്ച് പറയുമ്പോ, പരലോകത്തെ കുറിച്ച് പറയുമ്പോ, ആഖിറത്തെ കുറിച്ച് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ആ നസീഹത്ത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബത്തിന് മുന്നിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, പരലോകത്തെ ഏറ്റവും മോശക്കാരെ കുറിച്ചും, ഏറ്റവും ദുഷിച്ചവരെ കുറിച്ചും, ഏറ്റവും നശിച്ചവരെ കുറിച്ചും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് പ്രിയപ്പെട്ട സഹാബത്ത് ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂല്, അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും അധികം അവിടുന്ന് കാണാൻ കുതിക്കുന്ന ഒരു വിഭാഗം ആരാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അവരിൽ നിന്ന് പെടാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഒരുപാട് പേരെ നരകത്തിന്റെ ചങ്ങലക്കെട്ടിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ, ഒരുപാട് പേര് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് പറഞ്ഞ, ഒരുപാട് പേര് തബാലിയത്തിന്റെ മാലാഖമാർ ചങ്ങലക്കെട്ട് തീർത്ത് വലിച്ചടച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയപ്പെട്ട സഹാബികൾ ചോദിക്കുന്നു, നബിയെ അവിടെ നിന്ന് പറയണം, ആരെയാണ് അല്ലാഹുവിന്റെ റസൂല് ആഖിറ ലോകത്തങ്ങ് ഏറ്റവും അധികം കാണാൻ കൊതിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്? ആരെയാണ് ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്നത്? ഏറ്റവും നല്ല വിജയികൾ ആരാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്, എന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളാണവർ. ഇത് കൂട്ടി വയ്ക്കരുത്, ഇത് കുറച്ച് വെച്ചാൽ പറ്റുമെങ്കിൽ നല്ലപോലെ റെഡിയാക്കി വയ്ക്കും. ഇടയിലൊന്നും കസേര ഒഴിവാക്കി ഇടരുത്. ഇന്നലെ പറഞ്ഞ അതേ പ്രശ്നം ഇന്നുണ്ട്.
ഒരുപാട് ഇങ്ങനെ പരാതിയായിരുന്നു, സങ്കടമുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇരുന്ന് ഒരുപാട് പേർക്ക് ഇന്നലെ ശരിക്ക് പ്രയാസം ഉണ്ടായിരുന്നു, മനസ്സിലായില്ല, ഭയങ്കര ചെറുപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. പ്രസംഗത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മുസ്ലിം ചീറിയില്ലാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ചീർണ സാധനം കൊണ്ടുവരും. ഞാൻ ഇവിടെ കിടന്ന് ചീരിയ എന്റെ പെണ്ണുപിള്ളേക്ക് ഞാൻ മാത്രമേ കാണുള്ളൂ, കുളത്തൂരുകാർ കാണില്ല. റോഡ് സൈഡിലെ വാഹനങ്ങൾ പ്രിയപ്പെട്ട സംഘാടകർ വളരെ ഗൗരവത്തോടു കൂടി അത് പരിഹരിക്കണം. ഇന്നലെ ഒരുപാട് വീഴ്ചകൾ വാഹനേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വാഹനം ശരിക്കും നേരം റോഡിൽ നിന്നു ചലിക്കാതെ. അപ്പൊ അത് ശരിക്കും ഓടി നടന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ജനത്തിരക്കുണ്ട്, എല്ലാവരും വാഹനത്തിലാണ് വരുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ ഭാഗത്ത് ശ്രദ്ധിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവാണ്. ഇന്നലെ 2-3 സ്ത്രീകളുടെ സ്വർണ്ണ ആഭരണങ്ങൾ നഷ്ടപ്പെടുകയുണ്ടായി. അത് അറിയാതെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതാണ് എന്ന് പറയാൻ കഴിയില്ല. ആരോ വെറുതെയൊക്കെ ഇട്ടടുത്തു വന്നിരുന്ന് കടത്തിക്കൊണ്ട് പോയതാണ്. അവർ നോക്കുമ്പോൾ നല്ല രസമുണ്ട്, വാക്കയുടെ സഹസരിച്ചിരിക്കുക ആളുകൊണ്ട് ഇടയിൽ പോയി പറഞ്ഞേക്ക് ഇട്ട് പോകാനല്ലോ എന്നും പറഞ്ഞു പോയിരുന്ന ഒരു താത്ത ഇങ്ങനെ നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടെങ്കിൽ ഒറ്റപ്പിടി താത്ത വിചാരിക്കും അസറായിൽ തട്ടിയിട്ട് പോകാനുള്ളത്. ആ കൂട്ടത്തിൽ പതുക്കെ വേഗനകത്തിടാലോ എന്നുള്ള ചിന്തയിലാണ്. അപ്പൊ അത് സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം. അടുത്തിരിക്കണവരൊക്കെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. നമ്മളൊക്കെ വാങ്ങി വെച്ച് താത്ത എവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് മരത്തിന്റെ ചോട്ടി കസേരയും കൊണ്ടിട്ട് വളഞ്ഞിരുന്നോണ പറയരുത്. ഇന്നലെ ഇരുന്നത് പോലെ ഇന്നലെ ഞാനിവിടെ പരലോകവും നരകവും കബറും മഹശരം പറയുമ്പോൾ കുറച്ച് സഹോദരിമാര് വട്ടത്തിന് കസേര പറക്കിയിട്ടിട്ട് പിന്നെ എന്തുണ്ടടേ ഈ ആയിഷ എത്ര നാളായി കണ്ടിട്ട് വാക്കവിലെ വാതിൽ വരുമ്പോ തന്നെ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം പറച്ചില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്ന ഈ മജ്‌ലിസ് മുഴുവനും നാളെ സാക്ഷിയാക്കപ്പെടുന്ന ആഖിറ ലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അനുകൂലമായി സാക്ഷി പറയണമോ പ്രതികൂലമായി സാക്ഷി പറയണമോ എന്ന് തീരുമാനിക്കേണ്ടത്, എന്ന് ആക്കി തീർക്കേണ്ടത് നിങ്ങളാണ്. വളരെ ഗൗരവത്തോടുകൂടി അത് മനസ്സിലാക്കണം. സഹോദരിമാർ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, സഹോദരിമാരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാൻ കഴിയാത്ത ആഭരണങ്ങൾ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ അതിലേക്ക് ഇട്ടുകൊടുക്കണം എന്ന് പറയുന്നു. കൊണ്ടുപോയവരാരും രക്ഷപ്പെടാൻ പോണില്ല. അത് ആരാണെങ്കിലും കളഞ്ഞിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണെങ്കിലും പോലും ഇന്ന് വാത് കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നില്ല. ഈ ആണയിട്ട് ഞാൻ പറയുന്നത് സമാധാനമായിട്ട് ഈ ദുനിയാവിന് ഏത് ലോകത്ത് പോയി ജീവിച്ചാലും സമാധാനമായി 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ ആങ്കുള്ളിൽ കയറാൻ പറ്റില്ല. അത് ഉറപ്പുള്ള കാര്യം. ഇത്രയും വലിയ വറക്കത്തും കറാമത്തൊന്നും എന്റെ നാവിനില്ല. പക്ഷെ ഇത്രയും ദിവസം ഇൽമു പറഞ്ഞൊരു വറക്കത്ത് ഈ നാവിനുണ്ടാവും. എല്ലാ ദിവസവും ഇങ്ങനെ വിശ്രമമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാക്കല്ലേ. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ ചിലപ്പോൾ അതുപോലെ സംഭവിച്ചെന്നിരിക്കും. അത് എന്റെ വറക്കത്തല്ല, ഇൽമിന്റെ വറക്കത്താണ്, ഉസ്താദുമാരുടെ പൊരുത്തമാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. ആരാണെങ്കിലും 1 കോടി രൂപ അതുകൊണ്ട് കിട്ടിയാലും 10 കോടി രൂപ ഒരു മാസത്തിനകത്ത് ചെലവാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. തിരിച്ചുകൊണ്ട് കൊടുത്ത് പൊരുത്തം ചോദിക്കണം. കൊടുത്തില്ലെങ്കിൽ ഇനി ആരെങ്കിലും കൊടുത്താൽ പത്രത്തിലൊന്നും കൊടുക്കാനൊന്നും പോലും എന്നെ കൊണ്ട് തന്നാലും മതി, ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും തരാം. ഒരാളെടുത്തും പറയില്ല. കാരണം സഹോദരിമാർക്കിടയിലൊക്കെ അങ്ങനെ അവരൊന്നും ചിലപ്പോൾ ഈമാനുള്ളവരായിരിക്കില്ല, ആരാണെന്ന് പോലും നമുക്കറിയില്ല. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സദസ്സിന് ഒരു അദബ് കേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വർഗീയ ആരാമത്തിൽ നാം ചർച്ച ചെയ്യുന്നതിന് അനുസ്യൂതമായ രീതിയിൽ പ്രവഹിക്കുന്ന പ്രവാഹം പോലെയുള്ള പ്രതിഫലം അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇടയിൽ കസേര ഒന്നും ഇടരുത്, ഒഴിച്ചിടരുത്. ഒരുപാട് പേരിങ്ങനെ റോഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം. ഒരാളെ റോഡിൽ നിർത്തരുത്. സദസ്സ് നിറഞ്ഞാലും നമുക്ക് നിൽക്കാൻ. ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. കസേരയോ ടാർപ്പയോ പിന്നെ കടലാസോ എന്തെങ്കിലും കൊണ്ട് കൊടുത്ത് അവരിരിക്കട്ടെ. സഹോദരിമാര് പിന്നെ സാഠ്യം പിടിച്ചിരിക്കുക. അള്ളാണ് ആ സുക്കൂറെ ഞാൻ സ്റ്റൂളിൽ ഇരിക്കൂല, കസേരയിൽ ഇരിക്കുള്ളൂ. സ്റ്റൂൾ കൊടുത്തിട്ട് ഇരുന്നിട്ടില്ല ഒരുപാട്. നടുവേദന ഉള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഈ 18, 19, 20, 22 കാര്യമൊന്നും സ്റ്റൂളിൽ ഇരുന്നെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സദസ്സിന്റെ ഇത്രയും കസേര ഞാൻ ഒരു സദസ്സിലും കണ്ടിട്ട് 10-14,000 കസേരയാണ് ഇറക്കിയത്. അതിനുവേണ്ടി തന്നെ ഒരുപാട് കാശായി. അതുണ്ടെങ്കിൽ തന്നെ ഒരു കുട്ടിക്ക് 1 പവന്റെ സ്വർണ്ണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. എന്നാൽ അവർ ഇത്രയും ത്യാഗം ചെയ്ത് ഗ്രൗണ്ട് നിറച്ച് കസേരയിട്ടു. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്റ്റൂൾ ഇടയിൽ വന്നാൽ അതുകൊണ്ട് സഹകരിക്കുക. ആണുങ്ങളൊക്കെ നല്ല സഹകരിക്കുന്നുണ്ട്. എല്ലാവരും സ്റ്റൂളാണെങ്കിൽ അത്, കടലാസാണെങ്കിൽ അത്, ഇനി ഒന്നുമില്ലെങ്കിൽ പോലും നിരത്തിരിക്കാൻ അവർ തയ്യാർ. സ്ത്രീകൾ കൂടി അങ്ങനെ ശ്രദ്ധിക്കണം. ഹോർലിന്റെ പർദ്ദയിൽ ഇച്ചിരി മണ്ണ് വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കഴിയാ പോകില്ല. എല്ലാ വീട്ടിലും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്.
സഹോദരിമാർക്ക് ദേഷ്യം വരുന്നതായിരിക്കും, കുറ്റപ്പെടുത്തിയതല്ല. ജീവിതം സാക്ഷി പറയുന്ന ലോകത്ത് ഇച്ചിരി പൊടിപടലങ്ങൾ ദീനിനു വേണ്ടി നമ്മുടെ ശരീരത്ത് പുരണ്ടിരിക്കുന്നത് നല്ലതാണ്. ആഖിറത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അത് അനിവാര്യമാണ്. അള്ളാഹു അതിനുവേണ്ടി പ്രതിഫലം തരുന്ന ഒരു സദസ്സാക്കി ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നരകത്തിലേക്ക് കടന്നു പോകുന്ന ഒരുപാട് പിശാചിന്റെ പാത പിൻപറ്റിയവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ, നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, പരാജയപ്പെട്ടു പോയവരെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, പ്രിയപ്പെട്ട സഹാബികൾ ചോദിക്കുന്ന നബിയേ, ഞങ്ങളും ആഖിറത്തിൽ കടന്നു വരുന്നവരാണ്. അങ്ങിതുവരെ പറഞ്ഞതെല്ലാം ജീവിതം സാക്ഷി പറയുന്ന ലോകത്തെ പരാജയപ്പെട്ടു പോയവരെ കുറിച്ചാ. ജീവിതം സാക്ഷി പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ പരാജിതരെ കുറിച്ചാണ് നബി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഒരു സമാധാനത്തിന് വേണ്ടി ഒന്ന് പറയണം നബിയേ. അവിടുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന, അള്ളാഹുവിന്റെ പരലോകത്ത് അങ്ങ് സ്വർഗത്തിൽ കിടക്കണമെന്ന് കൊതിച്ചു പോകുന്ന വിഭാഗമാരാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനോട് പറയുകയാ, അവരെന്റെ സഹോദരങ്ങളാണ്, കൂടപ്പിറപ്പുകളാണ്. സച്ചരിതരായ സഹാബത്തിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം അലതല്ലുകയാണ്. കാരണമെന്തേ? പുന്നാര നബി തങ്ങളുടെ കൂടപ്പിറപ്പുകളെന്ന് പറയുന്നത് ഞങ്ങളെ കുറിച്ചാണല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് മദീനയിൽ വന്ന് മക്കയിൽ നിന്ന് പ്രവാചകന്റെ കൂടെ മദീനയിലേക്ക് വന്ന ഞങ്ങളായിരിക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, അവരാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നവര് വേറെ ആൾക്കാരാണ്. പുന്നാര നബിയെ, അവര് ഞങ്ങളല്ലേ നബിയെ, ഞങ്ങളല്ലേ. ഞങ്ങൾ ഒരുപാട് അങ്ങേക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്, അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, അങ്ങ് പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ആ വിഭാഗം ഞങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറയുന്നു, അന്തു സഹാബത്തിനോട് നബി തങ്ങൾ പറയുന്നു, അന്തു സഹാബി, നിങ്ങൾ എന്റെ സഹാബത്തുകളാണ്, നിങ്ങൾ എന്റെ സഹാബികളാണ്, സഹോദരങ്ങളല്ല, കൂടപ്പറപ്പുകളല്ല. എന്റെ കൂടപ്പറപ്പുകൾ ആരാണ്? എന്റെ സഹോദരങ്ങൾ ആരെന്നറിയുമോ? അവരെന്നെ കാണാത്തവരാണ്. എനിക്ക് ശേഷവും നിങ്ങൾക്ക് ശേഷവും പിറന്നു വരുന്നവരാണ്. അല്ലാഹുവേ, കൊളത്തൂര് മജ്‌ലിസിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളെ, സഹാബത്തിനെക്കാളും പ്രിയത്തോടെ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വിഭാഗമാരാ. സഹാബത്തിനെക്കാളും കാണാൻ ആഗ്രഹിക്കുന്ന വിഭാഗമാരാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ജനവിഭാഗമാണെന്ന് ഏറ്റവും അധികം ആഖിറത്തിൽ അവരെ ഞാൻ കാണാൻ കൊതിക്കുന്നത്. അവർക്ക് ഞാൻ പ്രത്യേകമായ സ്വീകരണമാണ് കൊടുക്കുന്നതെന്ന് നബി തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. അവരാരെന്നറിയോ? വയഖ്വാനല്ലദീന ബഅദൂ, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന സഹാബികളാണ്, സഹോദരങ്ങളാണ്. അല്ലയോ പ്രിയപ്പെട്ട സഹാബികളെ, നിങ്ങൾ മരണപ്പെട്ടു പോയാൽ, ഈ കാലഘട്ടം ഒരുപാട് കഴിഞ്ഞു പോയാൽ പിന്നെ വരുന്നവരാണ്. അവർക്ക് എന്റെ ചരിത്രമേ അറിയുകയുള്ളൂ, അവരെന്നെ കണ്ടിട്ടില്ല. അവർക്ക് മക്ക കാണാനേ കഴിയുകയുള്ളൂ, മദീന കാണാനേ കഴിയുകയുള്ളൂ. അവരാരും നിങ്ങളെ കണ്ടവരല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ ജനവിഭാഗത്തിൽ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന വിഭാഗമുണ്ടല്ലോ, അവരെ എങ്ങനെയാ നബിയെ ഞങ്ങൾ തിരിച്ചറിയുക എന്ന് സഹാബത്ത് ചോദിക്കുകയാ. ആഖിറ ലോകത്ത് വെച്ചവരെ എങ്ങനെയാ ഞങ്ങൾ തിരിച്ചറിയുക? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന കറുത്ത കുതിരകൾക്കിടയിലെ വെള്ളക്കുതിരകളെ പോലെ അവരെ നിങ്ങൾ തിരിച്ചറിയുന്നതാ. 100 കറുത്ത കുതിരകൾ വരുന്നതിനിടയിൽ ഒരു വെള്ളക്കുതിരയെ നിങ്ങൾക്ക് കാണാം. ആ വെള്ളക്കുതിരയെ എത്ര പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുമോ? അതുപോലെ അവർക്കിടയിലുള്ള സഹാബത്ത്, അവർക്കിടയിൽ ആ സഹോദരങ്ങളെ നിങ്ങൾ തിരിച്ചറിയുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. നബി തങ്ങളോട് പ്രിയപ്പെട്ട സച്ചരിതരെ ചോദിക്കുന്ന നബിയേ, അവരുടെ സ്വഭാവം എന്തേ നബിയേ? ഈ സ്ഥാനം അവർക്ക് കിട്ടുന്നതിനുള്ള കാരണം എന്ത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുകയാ, അവർ എനിക്ക് ശേഷം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരാ, എന്നെ കാണാതെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാ, എന്നെ അറിയാതെ ഒരുപാട് പ്രിയംവെക്കുന്നവരാ, എന്റെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് വന്ന് തേങ്ങിക്കരയുന്നവരാ, ഒരു വഖത്ത് നിസ്കാരം പോലും ഒരൊറ്റ ദിവസം പോലും പാഴാക്കാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുന്ന ആ സഹോദരങ്ങളിൽ, ആ കൂടപ്പിറപ്പുകളിൽ എന്റെ കുളത്തൂരുകാരെ നമ്മളൊന്ന് വിചാരിച്ചാൽ ഉൾപ്പെടാൻ കഴിയുന്നതാണ്.
നമ്മളൊരു ചെറിയ ശ്രമം നടത്തിയാൽ നമുക്ക് സാധിക്കുന്നതാണ്. ആരും വിരിച്ചു വെക്കുന്ന പൈശാചികമായ വലയിൽ വീണുപോകാറ്, ആരുടെയും ചതിക്കുടിയിൽ പെട്ടുപോകാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖിറലോകത്ത് കാണാൻ കൊതിക്കുന്ന കൂടപ്പറപ്പുകളുടെ കൂട്ടത്തിൽ എന്റെ സഹോദരങ്ങളെ നമുക്കെത്താൻ കഴിയുന്നതാണ്. ആ ചിന്തയോടുകൂടി മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള കൊതിയോടുകൂടി ജീവിച്ചു കൊള്ളുക. അതിനുശേഷം അല്ലാഹുവേ, ഒരു വഖത്ത് നിസ്കാരം പോലും കളാക്കാറ്, ഒരു നിസ്കാരം പോലും പുറങ്കാറ് കൊണ്ട് വലിച്ചെറിയാറ്, ജീവിതത്തിന്റെ ഏത് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും വിവാദത്തുകളെ ഒന്ന് മാറ്റിവെക്കാറ്, സന്തോഷത്തോടുകൂടി രംഗത്തിറങ്ങ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ആഖിറലോകത്ത് നമുക്ക് വിജയം വരിക്കാൻ കഴിയുന്നത്. وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وابي عبيدة وابن عوف عاشر الكرم. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലാണെന്ന് പരിചയപ്പെടുത്തിയ 10 സഹാബികളുണ്ടല്ലോ. ഇവിടെ ബുറുദ പാടിയപ്പോ നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സച്ചരിതരായ 10 പ്രിയപ്പെട്ട സഹാബാക്കിറ, ആ 10 പേർക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതാ. ആ 10 പേരും ആഖിറത്തിന് വേണ്ടി ജീവിച്ചവരാണ്, കഷ്ടപ്പെട്ടവരാണ്, ആഖിറലോകത്തെ ഓർത്തുകൊണ്ട് കണ്ണീരൊഴുക്കിയവരാണ്. അവരെല്ലാം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വന്നിരിക്കുമ്പോ അവരെക്കാളും പ്രിയം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുത്തുനിബിതങ്ങളെ കാണാൻ കൊതിക്കുന്ന നിബിതങ്ങളുടെ ഓർമ്മകൾ മാത്രം മനസ്സിന്റെ അകത്ത് വെച്ചുകൊണ്ട് മക്കയിലൂടെ മദീനയിലൂടെ നടന്നു പോയ കാൽപാദങ്ങളുടെ ചിന്തകളും ചിത്രങ്ങളും മനസ്സിന്റെ അകത്ത് കണ്ടുകൊണ്ട് ആ മുത്തുനിബിതങ്ങളെ സ്നേഹിക്കാൻ ഒരു വഖത്ത് നിസ്കാരം പോലും പാടിക്കളയാതെ ആഖിറലോകത്തിന്റെ വിജയത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിൽ വെക്കുക. വീണ്ടും നിബിതങ്ങൾ പറഞ്ഞു തുടങ്ങുകയാ, ജീവിതം സാക്ഷി പറയുന്ന ലോകത്തിന്റെ രംഗമത. നമ്മളെന്ത് സംസാരിച്ചോ അത് മുഴുവനും നമുക്ക് നാളെ ആഖിറത്തിൽ സാക്ഷിയാണ്. നമ്മളെന്ത് പറ്റിച്ചോ, എന്ത് വെട്ടിച്ചോ, എന്ത് തട്ടിച്ചോ, ഒരു വഞ്ചന നടത്തിയോ, ചതി നടത്തിയോ, അത് മുഴുവനും നാളെ ആഖിറത്തിൽ നമുക്ക് പ്രതികൂലമായി സാക്ഷി പറയുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അഖദ ശൈഅൻ മിനൽ അർളി ബിഗൈരി ഹഖിഹി ഉസിഫ ബിഹി യൗമൽ ഖിയാമ ഇലാ സബ്ഇ അർളി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അഖദ ശൈഅൻ മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ആരെങ്കിലും കുറച്ച് പിടിച്ചെടുത്താൽ, ഭൂമിയിൽ നിന്ന് കുറച്ച് പിടിച്ചെടുത്താൽ എന്ന് പറഞ്ഞാൽ 1 സെന്റ് അല്ലെങ്കിൽ 1/2 സെന്റ്, ഒരു ഇരിക്കാൻ സൗകര്യമില്ല അവിടെ, ഏതെങ്കിലും തരത്തിൽ കടലാസോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലിരിക്കുക. ഇനി വേറെ ഏത് പത്രമൊന്നും വയ്ക്കണം. ചില പത്രത്തിന് ഇതിനെ എഴുന്നേറ്റ് പോകുമ്പോൾ നിയമസഭാ സമ്മേളനം പുറകെ എഴുതി കാണിക്കും. ചില പത്രമാണ് കേട്ടോ, പത്രത്തിന് ഇതിനെ പറഞ്ഞാലും കുഴപ്പമില്ല, എല്ലാ പത്രവും കണക്കാ. ഇറ്റാലിയൻ ഉസ്താദന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. നരകത്തിൽ അല്ലാഹു അദാബ് കൊടുക്കുന്ന അടുത്ത വിഭാഗത്തെ കുറിച്ച് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പരലോകത്തെ ഏറ്റവും മോശമായ അദാബ് കൊടുക്കുന്ന വിഭാഗത്തെ കുറിച്ച് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. മൻ അഖദ ശൈഅൻ മിനൽ അർളി ബിഗൈരി ഹഖിഹി, ഹക്കുകൂടാതെ അർഹതപ്പെട്ടതല്ലാത്ത രീതിയിൽ ഭൂമിയുടെ ഉൽപ്പം പിടിച്ചെടുത്താൽ ഖുസിഫ ബിഹി യൗമൽ ഖിയാമത്തി ഇലാ സബ്ഇ അർളീൻ. അല്ലാഹുവേ, പരലോകമെന്ന് പറയുമ്പോ മനസ്സിന്റെ അകത്ത് ഭയം വരാത്ത പ്രിയപ്പെട്ടവരെ,
അത് മരിച്ചതിന് ശേഷമല്ലേ, അത് ഖബർ ജീവിതത്തിന് ശേഷമല്ലേ, അത് ആഖിറത്തിൽ കൊണ്ടുവരുമ്പോഴല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് സമാധാനപ്പെടുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഹക്ക് കൂടാതെ അർഹതപ്പെടാത്ത ഒരു തുണ്ട് ഭൂമി ആരെങ്കിലും വെട്ടിപ്പിടിച്ചാൽ ഹുസിബ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ താഴ്ത്തപ്പെടുകയാണ്. എവിടെ വരെ? ഇലാ സബി അർളി, ഭൂമിയുടെ 7 അടികളിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, പടുങ്കുടിയിലേക്ക് ചെന്ന് വീഴുന്ന ഭയാനകരമായ സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുന്നവരെ അല്ലാഹു പടച്ചതമ്പുരാന്റെ ആഖിറ ലോകത്തേക്ക് കൊണ്ടുവരുമ്പോ ചെമ്പുപെടുത്ത തറയിലേക്ക് 7 വാര അടിയിലേക്ക് അവനെ കൊണ്ടുപോവുകയാ. എന്തിനാ കൊണ്ടുപോകുന്നതെന്നറിയോ? അത് ആഖിറത്തിലല്ലേ എന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ വസ്തു കെട്ടിപ്പിടിക്കുന്നവരെ, അത് പരലോകത്തിലല്ലേ എന്ന് പറഞ്ഞ് ആഖിറത്തിലല്ലേ എന്ന് പറഞ്ഞ് എല്ലാം മറന്നുകൊണ്ട് പാവപ്പെട്ടവന്റെ വസ്തു കെട്ടിപ്പിടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7 അടിയിലേക്ക് അല്ലാഹു പടച്ചതമ്പുരാ കൊണ്ടുപോകുന്നതാണ്. ഇന്ന് ഏറ്റവും അധികം ദുനിയാവിൽ അടി നടക്കുന്നത് വസ്തു വളക്കുമ്പോഴാ. വസ്തു വളക്കാൻ ആളെ കൊണ്ടുവന്ന് നിർത്തുമ്പോ അയൽവാസികൾ തമ്മിൽ വെട്ടുകത്തിയുമായിട്ട് വാളും പിടിച്ചുകൊണ്ട് പോരിപ്പെടുത്ത കടാരയുമായി കടന്നു വന്നിട്ട് ഈ സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കുമ്പോ അത് ആദ്യാക്കന്മാര് കണക്കാ, തുപ്പിയിട്ടവര് കണക്കാ, നിസ്കാര തണമ്പുള്ളവര് കണക്കാ, ദീനുള്ളവര് കണക്കാ, ഹജ്ജിന് പോയിട്ടുള്ളവര് കണക്കാ. വസ്തുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചെറിയൊരു തുണ്ട് ഭൂമിക്ക് വേണ്ടി തമ്മിൽ കടിപിടി കൂടുന്നവരെ, ഭൂമി പോലും നിനക്കെതിരായ അല്ലാഹുവിന്റെ കോടതിയിലെ സാക്ഷി പറയുകയാ. ആ ഭൂമി പോലും നിനക്കെതിരായ പടച്ചോന്റെ കോടതിയിലെ സാക്ഷി പറയുകയാ. ഉസിബ ബിഹി യൗമൽ ഖിയാമത്തി ഇലാ സബി അർളി, 7 ഭൂമിയുടെ അടിത്തട്ടിലേക്ക് അവനെ താഴ്ത്തിക്കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, നരകത്തിലാണെങ്കിൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാ, ആഖിറ ലോകത്തെ ഏറ്റവും ഭയാനകരമായ രീതിയിൽ അവനെ കൊണ്ടുവരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വീട് വെക്കണം, അതിന് വസ്തു വേണമല്ലോ. അയൽവാസിയുടെ വസ്തു കണ്ടിട്ട് അന്തം വിടുന്ന സഹോദരിമാരെ, 5 സെന്റ് വസ്തു വാങ്ങിയിട്ട് 5 കൊല്ലം കഴിയുമ്പോ അത് 6 സെന്റ് ആക്കാൻ കഴിവുള്ളവരാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവെന്ന് മറന്നു പോകരുത്. 10 സെന്റ് വസ്തു വാങ്ങിയിട്ടിട്ട് അതിനെ 11 സെന്റ് ആക്കാൻ വരച്ച് വരച്ച് ഉരച്ചരച്ച് പാതിരാ സമയത്ത് മൺവെട്ടി കൊണ്ടുപോയിട്ട് അതിന് കല്ല് മാറ്റിവെക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ സംസ്കാരമുണ്ടല്ലോ. മലബാറിന്റെ കൊളത്തൂരിന്റെ വളാഞ്ചേരിയുടെ മൂർഖനാടിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും സഹോദരിമാരുടെ മനസ്സിലേക്ക്, സഹോദരങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി കൊണ്ട് പര്യവസാനം ഉണ്ടാക്കണം കേട്ടോ. കാരണമെന്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേറെ പൊട്ടിക്കരഞ്ഞു പോയ, സഹാബികളേറെ കരഞ്ഞു പോയ, അല്ലാഹുവിന്റെ റസൂൽ കണ്ണുനീരോടെ പറഞ്ഞു കൊടുത്തിട്ടുള്ള പരലോകത്തിന്റെ പാഠം പഠിപ്പിക്കുന്നത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണ്. ജീവിതം സാക്ഷി പറയുന്ന ലോകത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോ ദുനിയാവിന്റെ കേവലം പിശാചിന്റെ നൃത്തച്ചുവടുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു തുണ്ട് ഭൂമിക്ക് വേണ്ടി എല്ലാം മറന്ന് പൈശാചിക പാതയേറ്റവരെ പോലെ മുദ്രാവാക്യം വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, നമുക്ക് ആഗ്രഹം നഷ്ടപ്പെടുന്നതാ. അല്ലാഹുവേ, നിങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഏറ്റവും അധികം ഇന്ന് അതിനു വേണ്ടിയിട്ടാണ് തമ്മിലടിയും ബഹളവും ലഹളയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം ഞാനും നിങ്ങളും ആലോചിച്ച് നോക്ക്. നമ്മുടെ വീട്ടിൽ വസ്തു വളക്കാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും അപ്പുറത്ത് താമസിക്കുന്നത് കൂടപ്പുറപ്പാകട്ടെ, കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ, എന്തായാലും പ്രശ്നമാണ്. അവരാണെങ്കിൽ പോലും പ്രശ്നമാണ്. അപ്പുറത്ത് തൊട്ടടുത്ത് താമസിക്കുന്നവർ കൂടപ്പുറപ്പുകളാണെങ്കിൽ പോലും നാം വസ്തുവിന്റെ വിഷയത്തിൽ അളക്കുമ്പോൾ പരസ്പരം തമ്മിലടിയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷം വന്നിട്ട് ഒരു പ്രിയപ്പെട്ട സഹാബി പറഞ്ഞതാ, അള്ളാഹുവിന്റെ റസൂലെ, സ്വന്തമായിട്ട് എനിക്ക് കിടക്കാടമില്ല. പുന്നാര നബിയെ, സ്വന്തമായിട്ട് എനിക്ക് കിടക്കാടമില്ല. എന്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല. എന്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല നബിയെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കൊരു വീട് വെക്കുന്നതിന് കുറച്ച് വസ്തു വേണം, അതിനുവേണ്ടി അവിടെ നിന്ന് ദുആരക്കണം. ആരോടാ പറഞ്ഞ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാ. അല്ലാഹുവിന്റെ റസൂല പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞതെന്താ? ആ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തതെന്താ? സുബ്ഹാനല്ലാഹ്, പുന്നാര നബി തങ്ങൾ പറയുന്നു, അദ്ദുനിയാ ദാറുമല്ല ദാറലാ. ദുനിയാവെന്ന് പറയുന്നത് വീടില്ലാത്തവന്റെ വീടാണ് സഹാബത്തെ. ആർക്ക് വീടില്ലയോ, ആർക്ക് വസ്തുവില്ലയോ, ആർക്ക് കിടക്കാടമില്ലയോ, അദ്ദുനിയാ ദാറുമല്ല ദാറലാ.
വീടില്ലാത്തവന്റെ വീടാണെന്ന് പറഞ്ഞു കൊടുത്ത് അള്ളാഹുവിന്റെ റസൂൽ ഒരു നേരിയ സമാധാനം പ്രിയപ്പെട്ട സഹാബിക്ക് പറഞ്ഞു കൊടുത്തു പോരെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, വസ്തു ആവശ്യമാണ്, വീട് ആവശ്യമാണ്, കിടക്കാടം ആവശ്യമാണ്. പക്ഷെ അത് മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടാവല്ലേ, അത് വെട്ടിപ്പിടിച്ചുകൊണ്ടാവല്ലേ. ഒരാൾ കറുകറപ്പെട്ടത് അയാൾ ഇന്ന് വഴിക്ക് വേണ്ടിയാണെങ്കിൽ പോലും പാതിരാത്രി അറിയാറ് പഞ്ചായത്ത് മെമ്പറെ സോപ്പിട്ടുകൊണ്ട് വെട്ടിപ്പിടിക്കുന്ന അവസ്ഥയില്ലേ? വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ. ആഖിറമാണ് ശാശ്വതമെന്ന് മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവരെ, ആഖിറ ലോകത്ത് വെച്ച്